ശ്രീമേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് രചിച്ച ശ്രീമദ് നാരായണീയത്തിലെ 1-ാം ദശകം ഭഗവാന്റെ സ്വരൂപവും മാഹാത്മ്യവും ഭാഗം 3. ശ്ലോകം 5. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേയത് ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ തസ്യാ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. അർത്ഥം: ജനനമില്ലാത്തവനും സ്വന്തം ഐശ്വര്യങ്ങൾക്ക് ഒട്ടും കുറവില്ലാത്തവനുമായ ഹേ ഗുരുവായൂരപ്പ, പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപ് അങ്ങ് യാതൊരു പ്രവർത്തികളുമില്ലാതെ ശാന്തനായിരിക്കുകയായിരുന്നു. എന്നാൽ കൽപ്പാദികാലത്ത്, സൃഷ്ടിയുടെ ആരംഭത്തിൽ, അങ്ങ് യാതൊരു സ്വാർത്ഥലാഭവുമില്ലാതെ വെറുതെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. ഈ ക്ഷണം, ആ ഒരൊറ്റ നോട്ടം കൊണ്ട് പ്രളയകാലത്തില്ലാത്തതുപോലെ അങ്ങയിൽ ലയിച്ചു കിടന്നിരുന്ന പ്രകൃതി വീണ്ടും ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങി. ആ പ്രകൃതിയുടെ ജ്ഞാനത്തെ മറയ്ക്കാത്ത ഏറ്റവും പരിശുദ്ധമായ ശുദ്ധസത്വരൂപത്തെ സ്വീകരിച്ചുകൊണ്ടാണ് അങ്ങ് ഭക്തർക്കായി ഈ വൈകുണ്ഠനാഥന്റെ, ഗുരുവായൂരപ്പന്റെ മനോഹരമായ ശരീരം കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ശ്ലോകത്തിൽ വേദാന്തത്തിലെ വളരെ വലിയൊരു തത്വമാണ് ഭട്ടതിരി ലളിതമായി പറയുന്നത്. പരബ്രഹ്മം സാധാരണയായി നിർഗുണവും നിഷ്ക്രിയവുമാണ്, രൂപമില്ലാത്തതും പ്രവൃത്തികളില്ലാത്തതും. അങ്ങനെയുള്ള ബ്രഹ്മം എങ്ങനെ പ്രപഞ്ചം സൃഷ്ടിച്ചു? ഈക്ഷണക്രിയ, ഭഗവാന്റെ നോട്ടം. ഒരു കാന്തം അനങ്ങാതെയിരിക്കുമ്പോഴും അതിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇരുമ്പു സൂചികൾ ചലിക്കുന്നതുപോലെ ഭഗവാൻ പ്രത്യേകിച്ച് അധ്വാനമൊന്നും ചെയ്യാതെ തൻ്റെ ഈക്ഷണം, ഒരു നോട്ടം, ഒരു സങ്കല്പം കൊണ്ടു മാത്രം പ്രളയത്തിൽ ഉറങ്ങിക്കിടന്ന മായയെ അല്ലെങ്കിൽ പ്രകൃതിയെ ഉണർത്തുന്നു. മായയെ ജയിച്ച രൂപം. സാധാരണ മനുഷ്യരായ നമ്മൾ ജനിക്കുമ്പോൾ പ്രകൃതിയുടെ അവിദ്യ അല്ലെങ്കിൽ മായ നമ്മെ മൂടുകയും നമ്മൾ ദൈവത്തെ മറന്നു പോവുകയും ചെയ്യും. എന്നാൽ ഭഗവാൻ തൻ്റെ ശരീരമായി സ്വീകരിച്ചിരിക്കുന്നത് മായയുടെ ജ്ഞാനത്തെ മറയ്ക്കാത്ത അതിരോധായകമായ ശുദ്ധസത്വരൂപമാണ്. അതുകൊണ്ട് ഭഗവാൻ പ്രകൃതിക്ക് അധീനനല്ല, പ്രകൃതിയെ നിയന്ത്രിക്കുന്നവനാണ്. ഭക്തർക്ക് മനസ്സിൽ ധ്യാനിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ ശുദ്ധസത്വമയമായ വൈകുണ്ഠരൂപം, അതായത് ഗുരുവായൂരപ്പന്റെ രൂപം പൂണ്ടിരിക്കുന്നത് എന്ന് ഭട്ടതിരി വ്യക്തമാക്കുന്നു. ശ്ലോകം 6. തത്തേ പ്രത്യഗ്രധാരാധര ലളിതകലായാവലീ കേളികാരം ലാവണ്യസ്യ ഏകസാരം സുകൃതി ജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീ നീശങ്കലീലാനിലയനം അമൃതസ്യന്തസന്തോഹമന്ദഃ സിഞ്ചത് സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. അർത്ഥം: ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ ദിവ്യശരീരം പുതുതായി ആകാശത്തുയർന്നുവന്ന കാർമേഘത്തിന്റെ കറുത്ത ഭംഗിയെയും പീലി വിടർത്തിയാടുന്ന മയിലിന്റെ ചന്തത്തെയും വെല്ലുന്നതാണ്. പ്രപഞ്ചത്തിലെ മുഴുവൻ സൗന്ദര്യവും ഒന്നിച്ചു ചേർത്തുവച്ച ഒരു നിധിയാണ് അങ്ങയുടെ രൂപം. പുണ്യം ചെയ്ത ഭക്തന്മാരുടെ കണ്ണുകൾക്ക് അവർ ചെയ്ത സൽപ്രവൃത്തികളുടെ ഫലമായി മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പുണ്യരൂപമാണിത്. ഐശ്വര്യദേവിയായ ലക്ഷ്മി യാതൊരു ശങ്കയും കൂടാതെ ലീലകളാടി വസിക്കുന്ന ഇടമാണ് അങ്ങയുടെ തിരുമാർവ്. അങ്ങയെ മനസാ ധ്യാനിക്കുന്ന ഭക്തരുടെ ഉള്ളിലേക്ക് ആനന്ദത്തിൻ്റെ അമൃതു വർഷിക്കുന്ന അങ്ങയുടെ ഈ മനോഹര രൂപത്തെ ഞാനിതാ മനസ്സിൽ ധ്യാനിക്കുന്നു. മേൽപ്പത്തൂർ ഭട്ടതിരി ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തെ നോക്കി അതിൻ്റെ മാസ്മരിക സൗന്ദര്യത്തിൽ ലയിച്ചു പാടുന്ന ശ്ലോകമാണിത്. ഇവിടെ ഭഗവാന്റെ രൂപത്തെ കേവലം ഭൗതിക സൗന്ദര്യമായിട്ടല്ല അദ്ദേഹം കാണുന്നത്. പുണ്യത്തിൻ്റെ രൂപം, പൂർണ്ണ പുണ്യാവതാരം. നമ്മൾ ഒരുപാട് ജന്മങ്ങളിൽ ചെയ്ത പുണ്യങ്ങൾ ഒന്നിച്ചു ഫലമായി വരുമ്പോഴാണ് ഗുരുവായൂരപ്പൻ്റെ ഈ സുന്ദര രൂപം കണ്ണു നിറയെ കാണാൻ സാധിക്കുന്നത്.
കണ്ണുകൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പുണ്യമാണ് ഭഗവത് ദർശനം. അമൃത് വർഷിക്കുന്ന രൂപം. ഈ രൂപം വെറുമൊരു കാഴ്ചയല്ല. ഭഗവാന്റെ ശ്യാമവർണ്ണത്തിലുള്ള കാർമേഘത്തിന്റെ നിറം ശരീരം മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ ഭക്തന്റെ ഉള്ളിലെ ദുഃഖങ്ങളെല്ലാം മാറി അവിടെ ഭക്തിയുടെയും ആനന്ദത്തിന്റെയും അമൃത് പ്രവഹിക്കാൻ തുടങ്ങും. അമൃതസ്യന്ത സന്തോഷം. തന്റെ വാതരോഗത്തിന്റെ കഠിനമായ വേദനകൾക്കിടയിലും ഭഗവാന്റെ ഈ രൂപഭംഗി ധ്യാനിച്ചുകൊണ്ട് ഭട്ടതിരി തന്റെ മനസ്സിനെ ശരീരവേദനകളിൽ നിന്ന് പൂർണ്ണമായി മാറ്റി ആനന്ദത്തിൽ ലയിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ ചെയ്യുന്നത്. ശ്ലോകം 7. കഷ്ടാതേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹ ജീവഭാജാം ഇത്യവം പൂർവമാലോചിതമജിത മയാ നൈവമദ്യാഭിജാനി നോചേത് ജീവാഹ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംഭോധിപൂരേ രമീരൻ. അർത്ഥം: ആരാലും ജയിക്കപ്പെടാത്ത ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഈ പ്രപഞ്ച സൃഷ്ടി ജീവികൾക്ക് ഒടുക്കമില്ലാത്ത ജന്മദുഃഖങ്ങളും കഷ്ടപ്പാടുകളും മാത്രമാണ് നൽകുന്നത്. അതുകൊണ്ട് ഈ സൃഷ്ടി വെറും കഷ്ടമാണ് എന്ന് ഞാൻ പണ്ട് വിചാരിച്ചിരുന്നു. എന്നാൽ അങ്ങയുടെ ഈ മനോഹര രൂപം കണ്ടതിന് ശേഷം ഇന്ന് ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. കാരണം അങ്ങ് ഈ ലോകവും മനുഷ്യരെയും ഒന്നും സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ജീവികൾക്ക് എങ്ങനെയാണ് ജ്ഞാനവും മധുരവും നിറഞ്ഞ അങ്ങയുടെ ഈ സുന്ദര രൂപം കണ്ണുകൾ കൊണ്ട് കണ്ടും അങ്ങയുടെ ലീലകൾ ചെവികൾ കൊണ്ട് കേട്ടും പരമാനന്ദമാകുന്ന അമൃതക്കടലിൽ നീന്തി രമിക്കാൻ സാധിക്കുക? അതുകൊണ്ട് അങ്ങയുടെ സൃഷ്ടി കഷ്ടമല്ല, അതു ഭക്തർക്ക് അനുഗ്രഹമാണ്. തത്വചിന്തകരും സാധാരണക്കാരും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവം എന്തിനാണ് ഈ ലോകം സൃഷ്ടിച്ചത്? ഇവിടെ ഇത്രയധികം ദുഃഖങ്ങളും രോഗങ്ങളും കഷ്ടപ്പാടുകളും നിറച്ചുവെക്കാൻ ദൈവത്തിന് എന്തു നിർബന്ധമുണ്ടായിരുന്നു? ഭട്ടതിരിയും തൻ്റെ കഠിനമായ വാതരോഗത്തിൻ്റെ വേദന തിന്നുമ്പോൾ പണ്ടങ്ങനെ ചിന്തിച്ചിരുന്നു, പൂർവമാലോചിതം. എന്നാൽ ഗുരുവായൂർ നടയിൽ വന്ന് ഭഗവാന്റെ വിഗ്രഹം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറി. ഭക്തിയുടെ പരമാനന്ദം. ദുഃഖങ്ങൾ നിറഞ്ഞ ലൗകിക ജീവിതത്തിനിടയിലും ഭഗവാനെ അറിയാനും ഭജിക്കാനും സാധിച്ചാൽ ആ ആനന്ദം പ്രപഞ്ചത്തിലെ മറ്റെല്ലാ ദുഃഖങ്ങളെയും മറക്കാൻ പര്യാപ്തമാണ്. അങ്ങ് ഈ ലോകം സൃഷ്ടിച്ചതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ശരീരവും കണ്ണും കാതും കിട്ടിയത്. ആ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അങ്ങയുടെ നാമം ജപിക്കാനും രൂപം കാണാനും സാധിക്കുന്നു. അതുകൊണ്ട് ഈ ലോകജീവിതം വെറുമൊരു കഷ്ടപ്പാടല്ല, മറിച്ച് ഭഗവാനിലേക്ക് തിരിച്ചെത്താനും ഭക്തിയുടെ പരമമായ അമൃത് ആസ്വദിക്കാനുമുള്ള ഒരു വലിയ അവസരമാണ് എന്ന് ഭട്ടതിരി ഈ ശ്ലോകത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നുകൂടെ ചുരുക്കത്തിൽ ഈ 3 ശ്ലോകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, 5-ാം ശ്ലോകത്തിൽ ഭഗവാന്റെ നിർഗുണ അഥവാ രൂപമില്ലാത്ത ഭാവത്തെയും സാഗുണ അഥവാ രൂപമുള്ള ഭാവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ ഭാഗം. ഒന്നിനോടും പറ്റിപ്പിടിക്കാത്തവനും മാറ്റമില്ലാത്തവനുമായ പരമാത്മാവ് തന്റെ മായാശക്തിയെ മുൻനിർത്തി പ്രപഞ്ച സൃഷ്ടിക്കായി ഒരുങ്ങുന്നു. പ്രകൃതിയിലെ ജ്ഞാനത്തെ മറയ്ക്കാത്ത അതീവ ശുദ്ധമായ സത്വഗുണത്തെ ഭഗവാൻ തന്റെ ലീലാരൂപങ്ങൾക്കായി സ്വീകരിക്കുന്നു എന്ന തത്വമാണ് ഇതിൽ വിവരിക്കുന്നത്. ശ്ലോകം 6-ൽ ഭഗവാന്റെ മനോഹരമായ സാകാര രൂപത്തിന്റെ ദിവ്യശരീരത്തിന്റെ വർണ്ണനയാണ്. ഭക്തരുടെ മനസ്സിന് ആനന്ദം നൽകുന്നതിനായി ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്ന രൂപം പ്രപഞ്ചത്തിലെ മുഴുവൻ സൗന്ദര്യത്തിന്റെയും സാരമാണ്. ഈ രൂപം ഭക്തരുടെ കണ്ണുകൾക്ക് അവർ ചെയ്ത പുണ്യത്തിന്റെ ഫലമായി ലഭിക്കുന്നതാണെന്നും ഇത് നിരന്തരം ധ്യാനിക്കുന്നവരുടെ ഉള്ളിൽ ഭക്തിയുടെ അമൃത് പ്രവഹിക്കുമെന്നും ഈ ഭാഗം വ്യക്തമാക്കുന്നു. ശ്ലോകം 7-ൽ ഭക്തന്റെ കാഴ്ചപ്പാടിൽ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ഉദ്ദേശ്യമെന്താണെന്ന് ഇവിടെ സമർത്ഥിക്കുന്നു.
സാധാരണയായി ലോകജീവിതം ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞതാണെന്ന് തോന്നാമെങ്കിലും ഭഗവാൻ ഈ ലോകവും മനുഷ്യ ശരീരവും സൃഷ്ടിച്ചതുകൊണ്ട് മാത്രമാണ് ജീവനുകൾക്ക് ഭഗവാന്റെ മധുരരൂപം കണ്ണുകൾ കൊണ്ട് കാണാനും ലീലകൾ ചെവികൾ കൊണ്ട് കേൾക്കാനും സാധിക്കുന്നത്. അതുകൊണ്ട് ഭൗതിക ദുഃഖങ്ങൾക്കിടയിലും ഭഗവാനെ ഭജിച്ച് പരമാനന്ദ കടലിൽ നീന്താൻ സൃഷ്ടിയിലൂടെ ഭഗവാൻ വഴി തുറന്നു തരുന്നു എന്നതാണ്. എല്ലാവർക്കും അർത്ഥം മനസ്സിലായെന്നു കരുതുന്നു. ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ. ശരണം.